പിണറായി വിജയൻ കിടപ്പാട സംരക്ഷണ ബില്ല് കൊണ്ടുവന്നതോടുകൂടി വിദ്യാഭ്യാസ ബില്ല് കൊണ്ടുവന്ന ജോസഫ് മുണ്ടശ്ശേരിയെ പോലെയും ലാൻഡ് റിഫോംസ് ആക്ട് കൊണ്ടുവന്ന കെയർ ഗൗരിയമ്മയെ പോലെയും ജനകീയത അദ്ദേഹത്തെ കൈവന്നിരിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് സർഫേസ് ആക്ട് പ്രകാരം ഒരു ലോൺ എടുത്ത ആൾ കുടിശ്ശിക വരുത്തി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നോട്ടീസൊന്നും കൂടാതെ തന്നെ അയാളെ ആ വീട്ടിൽ നിന്നും ജപ്തി ചെയ്ത് പുറത്താക്കാൻ കഴിയുമായിരുന്നു. കിടപ്പാട സംരക്ഷണ ബില്ല് വന്നതോടുകൂടി അതിന് താൽക്കാലികമായി കുറേ ആളുകൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. കേരള സിംഗിൾ ഡ്വെല്ലിംഗ് പ്ലേസ് പ്രൊട്ടക്ഷൻ ആക്ട് 2025 ആ നിയമത്തിൻ്റെ പേര്. ഈ ആക്ട് പ്രകാരം ഒരു വ്യക്തിക്ക് ഒരു വീട് മാത്രമേ ഉള്ളൂ എങ്കിൽ, വേറെ വീടൊന്നും ഇല്ലെങ്കിൽ അദ്ദേഹത്തെ അവിടെ നിന്നും പുറത്താക്കാൻ കഴിയില്ല. ഇത് ലഭിക്കുന്നത് ഏറ്റവും അടിത്തട്ടിലുള്ള പാവങ്ങൾക്ക് വേണ്ടിയാണ്. അതായത് 5 ലക്ഷം താഴെ ലോൺ എടുത്ത ആളുകളായിരിക്കണം. 10 ലക്ഷത്തിലധികം കുടിശ്ശികയും മറ്റു ചെലവുകളും ഉൾപ്പെടെ ഉണ്ടാവാൻ പാടില്ല. ഇത്തരം ആളുകൾക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക. വിദ്യാഭ്യാസം, തൊഴിൽ, വിവാഹം, കൃഷി, വീട് നവീകരണം, വീട് നിർമ്മാണം, ഇതൊക്കെയായി ബന്ധപ്പെട്ട ആളുകൾക്കാണ്, ലോൺ എടുത്ത ആളുകൾക്കാണ് കൊടുക്കുന്നത്. എന്നാൽ ഇവരുടെ വാർഷിക വരുമാനം 3 ലക്ഷം താഴെ ഉണ്ടാകാൻ പാടില്ല. ഈ ബെനിഫിറ്റ് ഒരിക്കലും ഒരാൾക്ക് കിട്ടും. നിരന്തരമായി 5 ലക്ഷം വാങ്ങി പിന്നെയും ലോൺ എടുത്ത് കുടിശ്ശികയാക്കി അവർക്ക് കൊടുക്കില്ല. ഒരിക്കലും മാത്രമേ അവർക്ക് കൊടുക്കൂ. ഇതിന് ആക്ട് പ്രകാരം സ്റ്റേറ്റ് ലെവലിലും ജില്ലാ ലെവലിലും ഈ കമ്മിറ്റികളുണ്ടാവും. അവരാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന് അവർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർ വീണ്ടും പണമടക്കാനുള്ള, കുടിശ്ശിക അടക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും, ഗഡുക്കളാക്കാൻ മാറ്റും. അതൊക്കെ അവർ ചെയ്യുന്ന അവരുടെ ഡ്യൂട്ടി. ഈ ബില്ല് കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യാവകാശം, ഒരു ഭവനാവകാശം എന്ന രീതിയിൽ മാത്രമേ കാണുന്നുള്ളൂ. ഒരാൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ ലോണിനെ 90% ബാങ്കുകളും ഇങ്ങനെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങളാണ്. ഈ ശല്യങ്ങൾ സഹിക്കാതായപ്പോൾ പലപ്പോഴും പലരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ലോസ് ഫൗണ്ടേഷൻ, ഞാൻ ചെയർമാനാണ്, ഞങ്ങൾ ഇതിന് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഓൾ കേരള ലോണീസ് അസോസിയേഷൻ എന്ന സംഘടനയുണ്ട് നമുക്ക്. ആ സംഘടനയിൽ നിങ്ങൾക്ക് എല്ലാ നിയമ ഉപദേശങ്ങളും സൗജന്യമായി കിട്ടും. ഈ ബാങ്കുമായി ബന്ധപ്പെട്ട എല്ലാ ഉപദേശങ്ങളും സൗജന്യമായിരിക്കും നിങ്ങൾക്ക്. ഈ സഹായം ലഭിക്കുന്നതിന് വേണ്ടി ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് താഴെ ലിങ്ക് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ബയോയിൽ ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾക്ക് വാട്സപ്പ് ഉണ്ടാകും. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എല്ലാ സംശയവും ചോദിക്കുകയും ചെയ്യാം, ഞങ്ങൾ ആൻസർ കിട്ടുകയും ചെയ്യും.